നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. കൊല്ലവർഷം 1201 അതായത് 2025 ഓഗസ്റ്റ് മാസം 17 മുതൽ 2026 ഓഗസ്റ്റ് മാസം 16 വരെയുള്ള ഒരു വർഷക്കാലം ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ചിത്ര നക്ഷത്രം 2 രാശികളിലായിട്ട് കന്നിരാശിയിലും തുലാൻ രാശിയിലുമായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ, 1ഉം 2ഉം പാദങ്ങൾ കന്നിക്കൂറിലും 3ഉം 4ഉം പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് ഉള്ളത്. കന്നിക്കൂറിൽ ജനിച്ച ആളുകൾക്കും തുലാക്കൂറിൽ ജനിച്ച ആളുകൾക്കും ഈ ഒരു വർഷക്കാലം പൊതുവെ ഗുണപ്രദമാണ്. പൊതുവെ ഈശ്വരാധീനം കൂടുതലായിട്ടുള്ള ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയം കൂടിയാണ് 2 രാശികളിലും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉള്ളത്. കന്നിക്കൂറിൽ ജനിച്ച ആളുകൾക്ക് പ്രത്യേകിച്ച് കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള അനുഭവങ്ങൾ, കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ്. പ്രത്യേകിച്ച് ജന്മനാട് വിട്ട് മറ്റു നാട്ടിൽ പോയിട്ട് തൊഴിലെടുക്കുന്നതിനും കർമ്മരംഗത്ത് കൂടുതലായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ പല സംഘടനകളുടെയോ അല്ലെങ്കിൽ പല സാമുദായിക സംഘടനകളുടെയോ സംഘങ്ങളുടെയൊക്കെ ഒരു നായക സ്ഥാനത്തേക്ക് എത്തുന്നതിനും അതിൻ്റെ ഒരു അധികാര പദവിയിലേക്ക് എത്തുന്നതിനൊക്കെ ഉള്ളൊരു സമയം ഈ കാലത്തുണ്ടാവും. അതുപോലെ എന്നാൽ ദാമ്പത്തിക വിഷയത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന ചില ദാമ്പത്തിക ബന്ധത്തിലുണ്ടാകുന്ന ചില തടസ്സങ്ങളും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയ ബന്ധവുമായി ബന്ധപ്പെട്ട് പ്രണയത്തിൽ ചില തർക്കങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് ഉണ്ട്. തുലാക്കൂറിൽ ജനിച്ച ആളുകൾ, തുലാക്കൂറിൽ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഈ ഒരു സമയത്ത് ആധ്യാത്മികമായിട്ടുള്ള മേഖലകളിൽ കൂടുതലായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനും ചില ഗുരുക്കന്മാരെ കണ്ടെത്തുന്നതിനും ആ ഗുരുക്കന്മാരിൽ നിന്ന് ചില ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാനും ഒക്കെ ഉള്ള സമയമുണ്ടാകും. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള സമയം കൂടിയാണ് ഈ ഒരു സമയം വരാൻ പോകുന്ന ഒരു വർഷക്കാലം. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്ന ഒരു വർഷക്കാലം. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് കയ്യിൽ നിൽക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സത്യസന്ധമല്ലാത്ത രീതിയിലുള്ള ചില ധനങ്ങൾ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അത്തരം ധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മാത്രം ധനം സമ്പാദിക്കുന്നതിന് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർ നല്ല സമാധാനവും പരസ്പരമായിട്ടുള്ള ഐക്യങ്ങളൊക്കെ കൂടുന്നൊരു സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള ചില തടസ്സങ്ങളും ചില തോൽവികളൊക്കെ സംഭവിക്കാനുള്ളൊരു സമയമുണ്ട്. അതുകൊണ്ട് പഠനത്തിൽ കൂടുതലായിട്ടുള്ള ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. അലസത ഉണ്ടാവുമെങ്കിലും ആ അലസത മാറ്റി കൂടുതലായിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്ന ഒരു വർഷക്കാലം.